ചങ്ങായി കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊഴാൻ വേണ്ടി വരാമെന്ന് വലിയ പരിചയമില്ല. കയറി വന്നപ്പോൾ അവന് ആ തൊഴിലാളിയാണ് ചില മൂപ്പർ ചെയ്യണമെന്ന് വെച്ചാൽ ആ തീർത്ഥണ്ട അത് തീർന്നായി തുളസിത്താറ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ കൽപ്പിച്ചിട്ട് വന്നതാണ്. ഞാൻ ചിലങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പം എന്തായാലും ഓർമ്മ കഴിയുമ്പോൾ ചെയ്തു. അവിടെ ഒറ്റൊന്നും വെക്കൂല. ഇവിടെ ആരും വേണ്ട, അയ്യപ്പന്മാരും വേണ്ട, ഒന്നും വേണ്ട. എല്ലാത്തിനും ഞങ്ങൾ ശരിയാക്കണം. നമസ്കാരം. മാറാട് അയ്യപ്പ ഭജനമഠം അടിച്ചു തകർത്ത സംഭവം തികച്ചും അപലപനീയമാണ്. അയ്യപ്പ ഭജനോട് അടിച്ചു തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന തുളസിത്തറ എടുത്ത് വെളിയിലെറിയുകയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തത് മാത്രമല്ല, അവിടെ നിത്യേന വിളക്ക് വെക്കുന്നതിന് വേണ്ടി എത്തിയ ശ്രീനിവാസൻ എന്ന പേരായിട്ടുള്ള ഗുരുസ്വാമി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. അദ്ദേഹം നിലവിൽ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ ചെന്ന് ഇപ്പം വീട്ടിൽ എത്തിയിട്ടുണ്ട്, വിശ്രമിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താ സംഭവിച്ചതെന്ന്. ശ്രീനിവാസൻ ചേട്ടാ, ഇന്ന് രാവിലെ 4 മണിക്ക് ഞാനവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒക്കെ വൃത്തിയാക്കി വിളക്കൊക്കെ തുടച്ച് 5 മണിക്ക് വിളക്ക് കത്തിച്ച് പിന്നെ വെളിവരൊക്കെ സ്ത്രീകളൊക്കെ വന്ന് തൊഴുതു പോയി. 6 മണിയായപ്പോൾ 6:05 ഒരു ചങ്ങായി കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തൊഴാൻ വേണ്ടി വരാമെന്ന് വലിയ പരിചയമില്ല. കയറി വന്നപ്പോൾ അവന് ആ തൊഴിലാളിയാണ് ചില മൂപ്പർ ചെയ്യണമെന്ന് വെച്ചാൽ ആ തീർത്ഥണ്ട ഇതുണ്ടല്ലോ അത് തീർന്നായി തുളസിത്താറ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ കൽപ്പിച്ചിട്ട് വന്നതിനാണ്. ശരി, ഞാൻ അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തെ ഇതിലിരിക്കുക. ഇരിക്കുമ്പോൾ ഇവൻ പാഞ്ഞ അരിசி കയറി ചടമ്പും പിന്നെ എല്ലാ സാധനങ്ങളും വിളിച്ചു പറഞ്ഞാൽ വെളുപ്പവും ഒക്കെ. ഞാൻ ചിലങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പം എന്തായാലും ഓർമ്മ കഴിയുന്നൊക്കെ ചെയ്തു. അവിടെ ഒറ്റൊന്നും വെക്കൂല. ഇവിടെ ആരും വേണ്ട, അയ്യപ്പന്മാരും വേണ്ട, ഒന്നും വേണ്ട. എല്ലാത്തിനും ഞങ്ങൾ ശരിയാക്കണം. അങ്ങനെ ഒന്നും കൂടി ഞാൻ പുറത്തെത്തി. പുറത്തുനിന്ന് ചവിട്ടി ഉള്ളിൽ തന്നെ ചവിട്ടിയും ഇതൊക്കെ കുറേ കഴിഞ്ഞില്ല. ചേട്ട ചവിട്ടിയോ? ആ, അതിലാണ് ഞാൻ വീണായിരുന്നു. വളരെ ആരോഗ്യമുള്ള ഒരാളാണ്. എന്നിട്ട് ഇപ്പഴ കാലിനടിച്ചത്? കാലിലടിച്ച അതിനുള്ളിൽ തന്നെ. ചേട്ട കയ്യിലൊരു വടി ഉണ്ടായിരുന്നു? ഇല്ല. ചേട്ടൻ നമുക്ക് നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വടി എടുത്തു? ആ വടി എടുത്താണ് ഞാൻ അതവിടെ വെച്ചേനി. അവനെ എടുത്ത് അടിച്ചാൽ ഞാൻ. എന്നിട്ട് ആശുപത്രിയിൽ എവിടേക്കാ പോയത്? ബീച്ചിൽ പോയി. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഡോക്ടർമാർ എല്ലാം എക്സ്റേ സ്കാനിങ് എടുത്താൽ പറഞ്ഞ് എല്ലിന് പൊട്ടുന്നതാണ്. പോലീസുകാർ വന്നിരുന്നു? ഓ, പോലീസുകാർ വന്നു. പോലീസുകാർ എന്താ പറഞ്ഞത്? പോലീസുകാർ ഞാൻ പറഞ്ഞു ഒരു അങ്ങനത്തെ ആളാണോ, അവൻ അങ്ങനത്തെ ആളാണ്, വർഗീയ സ്വഭാവം കാണിച്ചതാണ്. ഇപ്പം ഇയാളെ ആ നാട്ടുകാരൻ തന്നെയാണ്? പരിചയമുണ്ടോ? ഞാൻ അവനെ പരിചയമില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല? ആദ്യമായിട്ട് കണ്ടോ? ഇപ്പൊ നിലവില് അതിനകത്ത് കയറി മൊത്തത്തിൽ അടിച്ച് തകർത്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. നല്ല സാധനം. എനിക്ക് അടിയെ കുടുങ്ങിയിട്ട് നടക്കാൻ കഴിയാതെ ഞാൻ പുറത്തേക്ക് ആളെ നമ്മൾ ചവിട്ടിക്കായി. ചേട്ടനെ ചവിട്ടി? ഞാൻ അതിൽ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. അതിലെ മുട്ടുംകാലിൽ നിന്നൊക്കെ പൊട്ടു തുടങ്ങി. അത് വടികൊണ്ട് അടി തുടങ്ങി. പിന്നെ ഇവിടെ ഒക്കെ വടികൊണ്ട് അടിച്ചു. അടി വരുമ്പോൾ ഞാൻ തടുക്കുന്നുണ്ട്. ഉള്ളതിലും തീർക്കാൻ കഴിയില്ല. എന്തൊക്കെയായാലും വളരെ ക്രൂരമായ മർദ്ദനമാണ് ശ്രീനിവാസൻ ചേട്ടനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചേട്ടനെ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ ഒരു ആരാധനാലയം ഏറെക്കുറെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന് പിറകിലുള്ള കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. പോലീസുകാർ നിലവിൽ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊരു ബക്രീദ് പെരുന്നാൾ ദിവസമാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ക്രൂരമായ ഒരു ഹീനകൃത്യം ഉണ്ടായത് തികച്ചും അപലപനീയമായ കാര്യമാണ്. എന്ത് തന്നെയായാലും തികച്ചും സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിൽ ഇത്തരത്തിൽ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.